ഹായ്, നമ്മളിന്ന് കാണിക്കണതേ ഒരു കോഴീൻ്റെ ഫാം. നമ്മളെ സ്മിറ്റ് എന്നൊക്കെ പറയും, നമ്മളെ ഫോഗർ എന്നൊക്കെ പറയും. അതേമാതിരിക്ക് തീരെ നൈസ് വെള്ളം പാറ്റാണ്. അതായത് ഒരു മണിക്കൂറിൽ 1 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കുന്ന രീതിയിൽ ഈ ഫാം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഫാമിൽ 2 സൈഡിൽ കൂടെ പൈപ്പ് ലൈൻ ഓട്ടണം, ഫോഗറിൻ്റെ പിന്ന് കയറ്റണം. ഇത് പ്രഷർ പമ്പ് വെച്ചിട്ടാണ് ചെയ്യാറ്. ഇതാണ് പ്രഷർ പമ്പ്. ഈ പ്രഷർ പമ്പ് ഒരു 500 ലിറ്ററിൻ്റെ ടാങ്കൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ടാങ്ക് എടുത്തിട്ടുണ്ട്, കണക്ഷൻ ചെയ്തിട്ടുണ്ട്. മോട്ടോറും ടാങ്കും നമുക്കിവിടെ ഓളോ വിക്സ് വെച്ച് ഹൈറ്റ് വെക്കണം. ഒരു NRV വെച്ചിട്ടുണ്ട്. വാൾവ്, നോ റിട്ടേൺ വാൾവ് അവിടെ ടാങ്കിന് കണക്ട് ചെയ്തിട്ടുണ്ട്, ഉള്ളിലാണ് കണക്ട് ചെയ്തത്. നമ്മൾ മോട്ടോർ ഓളോ വിക്സ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സീലൊക്കെ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ടാങ്കിലേക്കുള്ള വെള്ളം റെഡിയാക്കി ഓളോ വിക്സ് ഒക്കെ വെച്ച് ഒന്ന് ഹൈറ്റിൽ പൊക്കി. വെള്ളം വരുന്ന സ്ഥലമാണ്, കുറച്ച് ഹൈറ്റിൽ പൊക്കി. മോട്ടർ ഹൈറ്റിൽ പൊക്കിയിട്ടുണ്ട്. അതുപോലെ ബോൾ വാൾ വെച്ചിട്ടാണ് ടാങ്കിലേക്ക് വെള്ളം വരുന്നത്. പിന്നെ ഫിൽറ്റർ വെച്ചിട്ടാണ് ടാങ്കിൽ നിന്ന് വെള്ളം മോട്ടോറിലേക്ക് വരുന്നത്. ഫിൽറ്റർ വെച്ചില്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ അടഞ്ഞു പോകും, ഫോഗറിൻ്റെ പിന്നൊക്കെ. ഇപ്പോൾ അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ എന്തായാലും ഫിൽറ്റർ വെക്കണേ, ഫിൽറ്റർ ഇല്ലാതെ ഞങ്ങൾ ചെയ്യരുത്, അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ. പിന്നെ മോട്ടോറിൽ നിന്ന് ഒരു വാൾവ് ഇട്ടിട്ട് നമ്മൾ റിട്ടേൺ ടാങ്കിലേക്ക് തന്നെ ഒരു വാൾവും കൂടി വെക്കുന്നുണ്ട്. ഇത് ബോൾ വാൾവ് വെക്കാൻ വേണ്ടിയാണ് ഈ 3/4 പൈപ്പ് വാൾവ് അതിമക്ക് വെച്ചത്. അല്ലാത്ത ടൈമിൽ ടാങ്ക് 1 ഇഞ്ച് വാൾവ് തുറന്നാൽ പെട്ടെന്ന് നിറയാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഇതാണ് ടാങ്കിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്. ഉള്ളിൽ നമ്മുടെ ഫോഗറിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നൊക്കെ 1 ഇഞ്ച് പൈപ്പ് പൊട്ടി ടീ ഇട്ട് ഫോഗറിൻ്റെ പിന്നെ അങ്ങനെ കൊടുത്ത് പോവുകയാണ്. ഒരു സൈഡിലൂടെ കയറുമ്പോൾ താഴത്തിലൂടെ പൈപ്പ് പൊട്ടിയിട്ട് മേപ്പോട്ടാണ് പിന്നെ വെച്ചത്. നമ്മളെപ്പോഴും ചെയ്യാറ് അങ്ങനെയാണ്. പിന്നെ ഒരടി മുകളിൽ നിന്ന് വിടും ചെയ്യും, കാരണം ഫോഗിൻ്റെ ഇത് വരുമ്പോൾ ആ പച്ച ഷീറ്റുമ്പോൾ തട്ടി അടിക്ക് കൊഴിഞ്ഞാടും നനവായിട്ട്. ഇതാണ് ടൈമർ, നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് ഇതിലാണ് ടൈമേഴ്സ് നമുക്ക് വേണ്ട ടൈം നമ്മൾ സെറ്റ് ചെയ്യാം. ഫാമിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നമ്മൾ ഇത് വെച്ച് ഓണാക്കി. ഇപ്പം നിങ്ങൾക്ക് കാണാം, ശ്രദ്ധിച്ച് നോക്കിയാലേ കാണുള്ളൂ, ചെറിയൊരു മഴൻ്റെ ഇങ്ങനെ പോണ കാണാം. ചെറിയൊരു കൂളിംഗ് സിസ്റ്റമാണ്, കണ്ടോ, എല്ലായിടത്തും ഫുള്ളായിട്ട് പോകുന്നുണ്ട്, അങ്ങനെ അറ്റം വരെ ഉണ്ട്. ഓരോ മണിക്കൂറും ഇടവിട്ട് ഇതിങ്ങനെ ഓട്ടോമാറ്റിക് അടിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഫാമിൻ്റെ ഉള്ളിൽ വിങ്ങലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, മോർട്ടാലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് തന്നെ ചെയ്യുക. ഇനി ഇതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എവിടെ നിന്നാണ് കിട്ടുക കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ കാണാം.